സോൾട്ട് ആൻഡ് ക്യാംഫർ ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. കീം 2024 പ്രവേശനവുമായി അനുബന്ധിച്ച് റീഫണ്ടിന് റിട്ടേൺ ആയ വിദ്യാർത്ഥികൾക്ക് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഓൺലൈനായി സമർപ്പിക്കുന്നത് അവസരം നൽകുന്നു. 2024-25 അധ്യയന വർഷത്തെ കീം പ്രവേശനവുമായി ബന്ധപ്പെട്ട് പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് ഫീസ് അടച്ചവർ റീഫണ്ടിന് അർഹതയുള്ള വിദ്യാർത്ഥികൾക്ക് ഒന്നാം ഘട്ട റീഫണ്ട് നൽകിയിരുന്നു. അതിൽ അക്കൗണ്ട് ഡീറ്റെയിൽസ് തെറ്റായത് കാരണം റീഫണ്ട് ലഭിക്കാത്തവർക്ക് ഒരിക്കൽ കൂടി ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതിനുള്ള അവസരം നൽകുന്നുണ്ട്. റീഫണ്ട് റിട്ടേൺ ആയ വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. റീഫണ്ട് ലഭിക്കാതിരുന്നിട്ടും ലിസ്റ്റിൽ പേര് വരാത്തവർ അവർ നൽകിയ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ശരിയാണോ എന്ന് ഉറപ്പുവരുത്തുക. ശരിയാണെങ്കിൽ അതാത് ബാങ്കിൽ പോയി ജനുവരി 1 മുതലുള്ള അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു നോക്കുക. റീഫണ്ട് വന്നിട്ടില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം ceek.info@cee.kerala.gov.in എന്ന മെയിലിലേക്ക് നിങ്ങളുടെ പരാതി അയക്കുക. പരാതി അയക്കുമ്പോൾ ആപ്ലിക്കേഷൻ നമ്പറും പേരും ഫോൺ നമ്പറും വെക്കാൻ ശ്രദ്ധിക്കുക. സ്പോട്ട് അലോട്ട്മെൻറ്റിൽ കിട്ടിയവരുടെ റീഫണ്ട് സംബന്ധമായ സംശയങ്ങൾക്ക് CE ഓഫീസുമായി ഫോണിൽ ബന്ധപ്പെടുക. റീഫണ്ട് ലഭിക്കാൻ അർഹതയുള്ള വിദ്യാർത്ഥികൾ www.ce.kerala.gov.in എന്ന വെബ്സൈറ്റിലെ കീം 2024 കാൻഡിഡേറ്റ് പോർട്ടൽ എന്ന ലിങ്കിൽ ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ് എന്നിവ നൽകി പ്രവേശിച്ച് സബ്മിറ്റ് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്ന മെനു ക്ലിക്ക് ചെയ്ത് അവരവരുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ 20/3/2025 വൈകിട്ട് 5 മണിക്കുള്ളിൽ ഓൺലൈനായി സമർപ്പിക്കണം. ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഓൺലൈനായി രേഖപ്പെടുത്തി ശരിയാണെന്ന് ഉറപ്പുവരുത്തി സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. തുടർന്ന് പ്രിൻറ്റ് ബാങ്ക് ഡീറ്റെയിൽസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൺലൈനായി നൽകിയ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ അടങ്ങുന്ന ഒരു സ്ലിപ്പ് വെബ്സൈറ്റിൽ നിന്നും പ്രിൻ്റ് ഔട്ട് എടുക്കണം. ഈ പ്രിൻ്റ് ഔട്ട് വിദ്യാർത്ഥികൾ ഭാവി ആവശ്യത്തിനായി സൂക്ഷിക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾ ഓൺലൈനായി സമർപ്പിക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് റീഫണ്ടിന് അർഹതയുണ്ടെങ്കിൽ തുക ലഭ്യമാക്കുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, വിദ്യാർത്ഥി നൽകുന്ന ബാങ്ക് അക്കൗണ്ട് വിദ്യാർത്ഥിയുടെയോ രക്ഷിതാവിൻ്റെയോ പേരിലുള്ളതായിരിക്കണം. ഓൺലൈനായി സമർപ്പിക്കുന്ന ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ശരിയാണെന്ന് വിദ്യാർത്ഥികൾ ഉറപ്പുവരുത്തേണ്ടതാണ്. സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലേക്ക് മാത്രമേ റീഫണ്ട് ലഭിക്കുകയുള്ളൂ. സീറോ ബാലൻസ് അക്കൗണ്ട്, ബേസിക് സേവിങ്സ് അക്കൗണ്ട്, ടൈനി അക്കൗണ്ട്, ജനപ്രിയ അക്കൗണ്ട് എന്നിവയിൽ റീഫണ്ട് ലഭിക്കുന്നതല്ല. NRI അക്കൗണ്ടിലേക്കും റീഫണ്ട് നൽകുന്നതല്ല. ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കുക. അപേക്ഷ സമർപ്പിക്കാനുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷ സമർപ്പിക്കുക. ആവശ്യമുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക. കീമുമായി ബന്ധപ്പെട്ട് കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ വാച്ച് ചെയ്തതിന് നന്ദി.